ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പാരഡി ഗാനത്തിനെതിരായ പരാതി നൽകിയ പ്രസാദ് കുഴിക്കാലയ്ക്കെതിരെ ശബരിമല തിരുവാഭരണ പാത സംരക്ഷണ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് ഹരിദാസ് രംഗത്ത് വന്നു. സംഘടനയുമായി പ്രസാദിന് യാതൊരു ബന്ധവുമില്ല എന്ന് ഹരിദാസ് 24-നോട് പറഞ്ഞു. പാട്ട് മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതല്ലെന്നും രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ് പ്രസാദ് കുഴിക്കാല പരാതി കൊടുത്തതെന്നും ഹരിദാസ് പറയുന്നു. പ്രസാദ് കുഴിക്കാലയെ തള്ളിക്കൊണ്ട് ശബരിമല തിരുവാഭരണ പാത സംരക്ഷണ സമിതിയുടെ കൺവീനർ കെ ഹരിദാസ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. കെ ഹരിദാസ് 24-നൊപ്പം ചേരുകയാണ്. ഈ ശബരിമല തിരുവാഭരണ പാത സംരക്ഷണ സമിതിയുമായിട്ട് പ്രസാദ് കുഴിക്കാലയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ല, ഞാൻ പ്രതിനിധീകരിക്കുന്ന ശബരിമല തിരുവാഭരണ പാത സംരക്ഷണ സമിതിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ശബരിമലയിൽ ഒരു വലിയ തീവട്ടിക്കൊള്ളയാണ് നടന്നത്. ഭഗവാന്റെ ശ്രീകോവിലിൻ്റെ മുമ്പിലെ ദ്വാരപാലക ശില്പത്തിൻ്റെ പാളികളും അതേപോലെ തന്നെ കട്ടളയും ഭഗവാന്റെ കയ്യിലിരുന്ന യോഗദണ്ഡും കഴുത്തിലിടുന്ന ഏകമുഖ രുദ്രാക്ഷമാലയും ഒക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയി. അതിനെതിരെ ഒരു ചെറുവിരൽ അനക്കാത്തവർ, അതിനെതിരെ പ്രതിഷേധിക്കാത്തവർ, അതിനെ അപലപിക്കാത്തവർ, അതിൻ്റെ പേരിൽ അതിനെ പരിഹസിച്ചുകൊണ്ട് അതിനെ വിമർശിച്ചുകൊണ്ട് ഒരു പാട്ടെഴുതി, ഒരു പാരഡി പാട്ടെഴുതി അതിൻ്റെ പേരിൽ ഞങ്ങൾ പരാതി കൊടുക്കും, അത് നിരോധിക്കണം എന്നൊക്കെ പറയുന്നത് എന്ത് വിശ്വാസ സംരക്ഷണത്തിൻ്റെ പേരിലാണ്? ഇത് ശബരിമല വിശ്വാസികളെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ വിശ്വാസത്തെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രസാദ് കുഴിക്കാല സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് ഒരു ആക്ഷൻ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട് ഈ പാട്ട്? അല്ലല്ലോ, ഞാൻ പറഞ്ഞല്ലോ എന്തെല്ലാം സറ്റയറുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാറുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യമില്ലേ? നിങ്ങളൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിൽക്കുന്നവരല്ലേ? അത് ആ പാട്ട് എഴുതിയ ആളാരാന്ന് എനിക്കറിയില്ല. പക്ഷേ അയാൾ അവിടെ നടന്ന ഒരു കൊള്ളയെ പരിഹസിച്ചുകൊണ്ട്, കളിയാക്കിക്കൊണ്ട്, വിമർശിച്ചുകൊണ്ട് ഒരു പാട്ടെഴുതി. അതിലെന്താണ് തെറ്റ്? അതാണോ മതവികാരം വ്രണപ്പെടുത്തുന്നത്, അതോ അവിടുത്തെ സ്വർണ്ണം മോഷ്ടിച്ചുകൊണ്ട് പോയതാണോ മതവികാരം വ്രണപ്പെടുത്തുന്നത്? അത് ആലോചിക്കട്ടെ. അപ്പോൾ ഇത് മോഷ്ടിച്ചവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. CPM ആണ് ആദ്യം ഇതിനു വേണ്ടി പരാതി കൊടുത്തത്. അതിൻ്റെ പിന്നാലെ ഈ ആൾ പോയി പരാതി കൊടുത്തുവെങ്കിൽ അത് ഇതൊക്കെ ചെയ്തവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അതിനെ ശക്തമായി അപലപിക്കുന്നത്. ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് പ്രസാദ് കുഴിക്കാല ഇത്തരമൊരു പരാതി കൊടുത്തത് എന്നുള്ളതാണ് ഈ യഥാർത്ഥത്തിലുള്ള ശബരിമല സംരക്ഷണ പാത സമിതിയുടെ കൺവീനർ നിലയിൽ താങ്കൾക്ക് പറയാനുള്ളത്. തീർച്ചയായും ആ പൊളിറ്റിക്കൽ പിന്തുണയാണ്. അല്ലെങ്കിൽ CPM ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.